ഹായ്. അപ്പോൾ നമ്മളിത് ക്രിസ്മസ് ഒക്കെ വരാൻ പോവാണ്. അപ്പോൾ നമ്മൾ ക്രിസ്മസിനോടനുബന്ധിച്ച് ചെറിയ രീതിയിൽ മുന്തിരിയുടെ ഒരു വൈൻ ഇടാൻ പോവാണ്. അപ്പം അത്ര ട്രഡീഷണൽ ഒന്നും അല്ല, നമ്മൾ നമ്മുടേതായ രീതിയിലാണ് ഇടാൻ പോണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1.5 കിലോ മുന്തിരി വാങ്ങിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം കമ്പം പോയപ്പം ഞാൻ അവിടെ നിന്ന് ഒരു ബോക്സ് വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇതിന് 100 രൂപ ആയിട്ടുള്ളൂ. കുറച്ച് പച്ചയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ മുന്തിരി വൈൻ ഇടുമ്പം എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് റെഡ് കളറുള്ള ജ്യൂസ് മുന്തിരി തന്നെ വേണമെന്ന്. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഏത് മുന്തിരിയും വെച്ചിടാം. അപ്പോൾ നമുക്ക് നേരെ ഇത് എങ്ങനെ ഇടുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ഉപ്പുവെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത മുന്തിരിയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് അടർത്തി എടുത്തിട്ട് ഇതിനകത്ത് വെള്ളം കളയാൻ വേണ്ടി ഒന്ന് നല്ല തുണിയിലോ എല്ലാം തുടച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ സാധനം അടർത്തിയെടുത്ത് വെയിലത്ത് വെച്ചാൽ മതി. ഇതിനകത്ത് വെള്ളം ശരിക്കും പോകണം, എന്നിട്ട് വേണം നമുക്കിതാണെങ്കിൽ ടിന്നിലോട്ട് ഇട്ട് വെക്കാൻ. അപ്പോൾ നമ്മൾ നമ്മുടെ മുന്തിരി മൊത്തം ഒരു മുടത്തിലൊരു പേപ്പർ വെച്ചിട്ട് അതിനകത്തേക്ക് അടർത്തി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്കാണെങ്കിൽ വെയിലത്ത് വെച്ച് ഇതിൻ്റെ പുറത്തുള്ള വെള്ളം എല്ലാം ഒന്ന് കളയാവുന്ന രീതിയിലൊന്ന് ഉണങ്ങിയെടുക്കാം. നമ്മുടെ വൈൻ ആവശ്യമായ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മുന്തിരിയായി, പഞ്ചസാരയായി, നമ്മളിടാൻ വേണ്ടിയുള്ള ഭരണി എടുത്ത് വെച്ചിട്ടുണ്ട്, നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്, ഈസ്റ്റ് ഉണ്ട്, അതേമാതിരി തന്നെ കുറച്ച് ഗ്രാമ്പു, കുറച്ച് കറുകപ്പട്ട, ഏലക്ക, അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാരയൊന്നും നമ്മൾ മൊത്തം ഇടേണ്ടതില്ല ഇതിപ്പം ഒരു 1.5 കിലോ ആണ് നമ്മൾ വാങ്ങിയത്. പിന്നെ നമ്മൾ ഇത് കുറച്ച് കഴിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഒരു 1.25 കിലോ കൂട്ടിയാൽ മതി. അപ്പം നമ്മൾ അതിന് വേണ്ടി ഇടാൻ പോകുന്നത് സെയിം അളവ് തന്നെ പഞ്ചസാരയാണ്, 1.25 കിലോ. അതേമാതിരി ഈ നുറുക്ക് ഗോതമ്പ് ഒരു പാക്കറ്റ് വാങ്ങിയതേ ഉള്ളൂ. ഇത് നമ്മൾ ഇതിന് ആവശ്യമായിട്ട് കുറച്ച് ഒരു പിടിയാണ് ഇടുന്നുള്ളൂ. ഈസ്റ്റ് നമ്മൾ ഒരു കുപ്പി വാങ്ങിയതേ ഉള്ളൂ. ഇതിന് നമ്മളാണെങ്കിൽ ഒരു ടീസ്പൂണിൽ താഴെ ഇടുന്നുള്ളൂ. ഈസ്റ്റൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് വാങ്ങിയത് ഇത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കുറച്ചേ ഇടുള്ളൂ. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്, ഈ മുന്തിരി ആരെയാണെങ്കിൽ നമ്മൾ ഈ ടിന്നിനകത്ത് ഇടുവാണ്. ഈ മുന്തിരി ഇപ്പോൾ വെള്ളമെല്ലാം ഫുള്ളായിട്ട് ഇതിൻ്റെ പുറത്തുള്ള എല്ലാം കളഞ്ഞ് ഉണങ്ങിയെടുത്തതാണ്. അതേപോലെ ടിന്ന് നമ്മൾ കഴുകി ഉണങ്ങി വെച്ചേക്കുന്നതാണ്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ പച്ചവെള്ളം ഒട്ടും തന്നെ ചേർക്കരുത്. നമ്മൾ ഇതിനകത്ത് ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നതും തിളപ്പിച്ചാറിയ വെള്ളം തന്നെയാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ ഈ മുന്തിരിയൊക്കെ ഈ ടിന്നിനകത്തേക്ക് ഇടാം. നമ്മൾ മുന്തിരി ആണെങ്കിൽ വാരിൽ ഈ ഭരണിക്കകത്തേക്ക് ഇടുവാണ്. അപ്പോൾ നമ്മൾ ഒരു ലെയർ മുന്തിരി ഇട്ടു. അടുത്തായിട്ട് നമ്മൾ ഇതിനകത്ത് കുറച്ച് പഞ്ചസാരയാണ് ഇടാൻ പോകുന്നത്. നമ്മൾ അടുത്തായിട്ട് പിന്നെ മുന്തിരി ഇടും. അങ്ങനെ നമ്മളിത് ഫുള്ളിട്ട് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏകദേശം 1.5 കിലോ പഞ്ചസാര തന്നെ നമ്മൾ ഇതിനകത്ത് ഇടണം. പിന്നെ ഇത് വൈനായി വന്നു കഴിയുമ്പോഴത്തേനും മധുരം കുറച്ച് കുറയും കൂടുതലുണ്ടെങ്കിലും. അതുകൊണ്ട് പിന്നെ നമ്മൾ പഞ്ചസാരയുടെ അളവ് നോക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അധികമായി പോവുകയും ചെയ്യരുത്. ഇങ്ങനെ ഇടുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് രീതിയിൽ തന്നെ ഇടാൻ പോകുന്നു. ഇതേപോലെ തന്നെ അടുത്ത് നമ്മുടെ ഈസ്റ്റാണ് ഇടാൻ പോകുന്നത്. ഇത് ചെറിയൊരു ടേബിൾ സ്പൂണാണ്. ഇതിന് 1 സ്പൂണേ ഞാൻ ഇടുന്നുള്ളൂ. ഇത് മതി. ഒരു കുപ്പി വാങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയാണ് നമ്മൾ ഇതിനകത്ത് എടുക്കുന്നുള്ളൂ. കാരണം ഇത് കൂടുതൽ ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാവും. അതുമാതിരി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഗ്രാമ്പു ഇടുന്നുണ്ട്. അതേമാതിരി കറുകപ്പട്ട ഇടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഏലക്കയുണ്ട്, അതും ഇട്ടു ഇതിൻ്റെ മേളിലോട്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ഇതിൻ്റെ മേളിലോട്ട് തന്നെ ഇടുവാണ്. അവസാനമായിട്ട് നമുക്കിതിനകത്ത് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 ലിറ്റർ വെള്ളമാണ് എടുത്തേക്കുന്നത്. നമുക്ക് കറക്റ്റ് ഈ ഭരണി നികന്ന് വരാവുന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇത് കുറച്ചുകൂടെ ഇരിക്കും. നമ്മൾ ഇത് നികന്ന് വരാവുന്ന രീതിയിൽ 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് കറക്റ്റ് അളവാണ്. ഞാൻ ഇതിനകത്ത് ഇടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ടാണ് 1 ലിറ്റർ കറക്റ്റാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഏകദേശം പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ചു വയ്ക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ മുന്തിരി ഇട്ട്, പഞ്ചസാര ഇട്ട്, അതേമാതിരി തന്നെ ഗോതമ്പ് ഇട്ട്, എല്ലാം ഇട്ട് വെള്ളവും ഒഴിച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 21 ദിവസത്തേക്ക് ഇത് ഒരു 3 ദിവസം ഇടവിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ നല്ല ഉണങ്ങിയ തടിയുടെ തവി കൊണ്ട് വേണം ഇളക്കി കൊടുക്കാൻ. അതായിരിക്കും ബെറ്റർ. അപ്പോൾ നമുക്ക് ഇതിനെ അടച്ചു വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇനി 21 ദിവസം കഴിഞ്ഞിട്ട് വേണം ഇത് നമുക്ക് വേറെ കുപ്പിയിലോട്ടാക്കി ഇതെടുത്ത് അരിച്ച് വേറെ കുപ്പിയിലോട്ടാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിതുകൊണ്ട് നേരെ സൂക്ഷിച്ച് വയ്ക്കാം. നമ്മളിപ്പം നമ്മുടെ വൈൻ അഴിച്ചു നോക്കാൻ പോവാണ് കേട്ടോ. 21 ദിവസം ആയിരുന്നു. നമ്മളിപ്പോൾ ഒരു 30 ദിവസം ആയിട്ടുണ്ട്. ഇതാണെങ്കിൽ ലീക്കൊക്കെ ആണെങ്കിൽ ഒരു കവറൊക്കെ വെച്ച് കെട്ടിയാണ് വെച്ചിരുന്നത്. ഇനി നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് അഴിച്ചിട്ട് ഇത് പിഴിഞ്ഞെടുത്ത് നല്ലൊരു കുപ്പിയിലോട്ടാക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല സെറ്റായിട്ടുണ്ട്, നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോഴും ഇത് ചെറുതായിട്ട് തിളച്ചേണ്ടായിട്ട് ഇരിക്കണേ.
ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഊറ്റിയെടുക്കാൻ പോകട്ടോ. ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്, അരിച്ചാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഓരോ കുപ്പിക്കകത്തേക്ക് ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കുപ്പിക്കകത്ത് ആക്കി വെച്ചാലും ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേനും ഇതിനകത്ത് ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ തെളി അടിയും. അപ്പോൾ നമ്മൾ ഒന്നോടെ ഒന്ന് ഊറ്റിയെടുക്കാം. 1-2 തവണ ഊറ്റിയെടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് നല്ല പ്യുവറായിട്ട് കിട്ടും. ഇതിപ്പോൾ ഇതിനകത്ത് തെളി ഉണ്ടാവും. ഇത് അടിയിൽ അടിയാൻ വേണ്ടി നമ്മൾ 2-3 ദിവസം വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ 1.5 കിലോ മുന്തിരിയായിരുന്നു നമ്മൾ വൈനിട്ടത്. ഇതിപ്പോൾ ഏകദേശം 1.5 ലിറ്ററോളം തന്നെ വരും. കാരണം ഇതൊരു 750 കുപ്പിയാണ്, ഇത് 1 ലിറ്ററിൻ്റെ കുപ്പിയാണ്. ഇത് നമുക്ക് നിറച്ചും കിട്ടിയിട്ടില്ല, ഇതൊരു 750 ml ഉണ്ട്. അപ്പോൾ നമുക്കൊരു 1.5 ലിറ്ററോളം മുന്തിരിയുടെ വൈൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ തന്നെ ഇതേപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വീണ്ടും കാണാം. അപ്പോൾ നമ്മളിത് മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്നൊന്നും അല്ല കേട്ടോ, നമ്മളൊരു രസത്തിന് വേണ്ടി ചെയ്യുന്നത് മാത്രം. അപ്പം താല്പര്യമുള്ളവർ മാത്രം ചെയ്യുക, സ്വന്തം റിസ്കിൽ. ഞാൻ ആരെയും ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കത്തില്ല. അപ്പോൾ ഓക്കെ.